വിഴിഞ്ഞം തുറമുഖം ദ പോർട്ട് ഓഫ് ട്രിവാൻഡ്രം അറ്റ് വിഴിഞ്ഞം മെയ് 2 കമ്മീഷൻ ചെയ്യുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന് സമർപ്പിക്കുന്നു. അതിൻ്റെ മുന്നൊരുക്കങ്ങൾ വളരെ തകൃതിയായിട്ട് വിഴിഞ്ഞത്തിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും തുറമുഖ വകുപ്പ് ചുമതലയുള്ള മന്ത്രി VN വാസുവിനും അടങ്ങുന്ന സംഘം കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം സന്ദർശിച്ചു. അതിൻ്റെ ദൃശ്യങ്ങൾ, ചിത്രങ്ങളൊക്കെ ചാനലുകളിലും ഒക്കെ മാധ്യമങ്ങളിലും വന്നു കഴിഞ്ഞു. അപ്പോൾ പല ചോദ്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം അത് കമ്മീഷൻ ചെയ്യണമെന്ന് കാത്ത് കേരള സർക്കാർ കാത്തിരുന്നിട്ടാണ് ഇപ്പോൾ ഒരു തീയതി മെയ് 2 അനുവദിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ലോകത്തിൻ്റെ, കേരളത്തിൻ്റെ മാത്രമല്ല, ഇന്ത്യയുടെ മാത്രമല്ല, ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വാണിജ്യ തുറമുഖമായിട്ട് വിഴിഞ്ഞം ഇതിനകം മാറിക്കഴിഞ്ഞ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ പിതൃത്വത്തെപ്പറ്റി ഇങ്ങനെ പല ചർച്ചകൾ മുമ്പ് ചില ന്യൂസ് വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും പിന്നെയും നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളിൽ വന്നിരുന്ന ഇതിനെപ്പറ്റി ഓരോന്ന് എഴുന്നള്ളിക്കുന്നത് കാണുമ്പോഴേ ചരിത്രം പഠിക്കണം, നമ്മൾ ചരിത്ര ബോധം നമുക്ക് വേണം എന്നെപ്പോഴും ഞങ്ങൾ പറയുന്നത് കൊണ്ടാണ്. വിഴിഞ്ഞത്തിൻ്റെ ചരിത്രം എന്താണ്, വിഴിഞ്ഞത്ത് പുതിയ തുറമുഖം വന്നതിൻ്റെ ചരിത്രം എങ്ങനെയാണ്, ഇതിൻ്റെ പിതൃത്വം ആർക്ക് കൊടുക്കണം, ഇതൊക്കെ ഓരോ ആവശ്യമില്ലാത്ത ചർച്ചകൾ നടക്കുന്നതുകൊണ്ട് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്തായാലും മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് കമ്മീഷൻ ചെയ്യുന്നു, രാജ്യത്തിന് സമർപ്പിക്കുന്നു. ഏറ്റവും നല്ലൊരു മുഹൂർത്തം, നിമിഷമാണ്. അത് യാഥാർത്ഥ്യമാക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് സർക്കാരും വിസിലിൻ്റെ തലപ്പത്തിരിക്കുന്നവരുമൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷെ ചരിത്രം നമ്മൾ മറന്നുപോകരുത്. ഈ തുറമുഖം ഇത്രയും വൈകിയത് എന്താണ് എന്ന് പല ചോദ്യങ്ങൾ പല കോണിൽ നിന്ന് വരുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖം ഇപ്പോൾ പ്രവർത്തനം തുടങ്ങാനും ഉദ്ഘാടനം ചെയ്യാനും വൈകിയെങ്കിലും ഇപ്പോഴെങ്കിലും നടന്നല്ലോ. അതിനൊക്കെ ആരൊക്കെ എന്തൊക്കെ പങ്കുവഹിച്ചു എന്ന് ഒരു ചരിത്രബോധം നമുക്കുള്ളത് നല്ലതാണ്. ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഒരു വ്യക്തിക്കോ അല്ലെ ഒരാൾക്കോ മറ്റൊരാൾക്കോ കൊടുത്തുകൊണ്ടല്ല നമ്മളിതിനെ കാണുന്നത്. ഇതിൻ്റെ ചരിത്രം എങ്ങനെയാണ് എന്ന് VS സർക്കാരിൻ്റെ കാലത്ത് ഈ ആധുനിക തുറമുഖം ഉണ്ടാക്കാൻ വേണ്ടി വിഴിഞ്ഞം തുറമുഖം VS സർക്കാർ ഭരിച്ച ആ ഒരു കാലം നമുക്കറിയാം. ഉമ്മൻചാണ്ടി സർക്കാരിന് തൊട്ട് മുമ്പ്. ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ കരാറൊപ്പിട്ടു എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പിതാവ് ഉമ്മൻചാണ്ടിയാണ് വിഴിഞ്ഞത്തിൻ്റെ എന്ന് പറയുന്നവരോട് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. അതിന് തൊട്ടു മുമ്പിരുന്ന 5 വർഷം ഭരിച്ച VS അച്യുതാനന്ദൻ സർക്കാർ ഇതിനു വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അന്ന് കേന്ദ്രം ഭരിച്ച ആരായിരുന്നു? UPA, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഗവൺമെൻറ്. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, ഇൻസെൻറ്റീവ് ഡ്രൈവിംഗ് പ്രധാനമന്ത്രി സോണിയാഗാന്ധി, പിന്നെ അന്ന് പരിസ്ഥിതി മന്ത്രി, കടുത്ത പരിസ്ഥിതി തീവ്രവാദിയായ ജയറാം രമേശ്, ഇപ്പോഴും കോൺഗ്രസിൻ്റെ നേതാവ്. VS ഗവൺമെൻറ് 2 തവണ കേന്ദ്രത്തെ സമീപിച്ചു ഇതിന് അനുമതി തേടിയിട്ട്. 2 തവണയും നിഷ്കർണമായിട്ടത് നിഷേധിച്ചത് ആരായിരുന്നു? അന്നത്തെ UPA ഗവൺമെൻറ്, അന്നത്തെ കോൺഗ്രസ് ഗവൺമെൻറ്. അതായത് കൃത്യം അതിൻ്റെ നാൾ വഴി ഞങ്ങൾ പറഞ്ഞുതരാം. നിഷേധിക്കാൻ ആർക്കും കഴിയത്തില്ല. VS ഇരിക്കുന്ന കാലത്ത് 2010 VS ഗവൺമെൻറ് ഇരിക്കുന്ന സമയത്ത് 2010 ആദ്യ അപേക്ഷ നൽകി വിഴിഞ്ഞം തുറമുഖത്തിന് അനുമതി തേടിക്കൊണ്ട്. അന്നത്തെ പരിസ്ഥിതി വകുപ്പ് മന്ത്രി ജയറാം രമേശ് നിഷ്കർണത തള്ളിക്കളഞ്ഞിട്ട് ഇപ്പോൾ ഒരു തുറമുഖം അങ്ങനെ വിഴിഞ്ഞത്ത് ആവശ്യമില്ല. തൊട്ടടുത്ത് തൂത്തുക്കുടിയുണ്ട്, അതുണ്ട്, ഇതുണ്ട്, മറ്റ് അതൊക്കെ സംവിധാനങ്ങളുണ്ട്, കൊച്ചിയുണ്ട്. അപ്പം വിഴിഞ്ഞത്ത് ഇങ്ങനൊരു തുറമുഖം അനുവദിക്കാൻ സാഹചര്യമില്ല, അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അന്ന് UPA ഗവൺമെൻറ്റിലെ മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിലെ പരിസ്ഥിതി മന്ത്രി ജയറാം രമേശ്, ഇപ്പം കോൺഗ്രസിൻ്റെ വലിയ വ്യക്താവാണല്ലോ അദ്ദേഹം, അന്ന് അനുമതി നിഷേധിച്ചതിനെ പറ്റി ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് എന്താ പറയാനുള്ളത്? ഇപ്പം ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് VD സതീശനോ രമേശ് ചെന്നിത്തലയ്ക്കോ K സുധാകരനോ എന്താ പറയാനുള്ളത്? തീർന്നില്ല, ബാക്കിയോട് പറയാം. അത് കഴിഞ്ഞ് വീണ്ടും അപേക്ഷ നൽകി VS ഗവൺമെൻറ്. അടുത്ത ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും അപേക്ഷ നൽകി, അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ്, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വരുന്നതിന് മുമ്പ്.
അപ്പോൾ അന്ന് ടെൻഡറിന് ഏറ്റെടുക്കാൻ സൂം ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന കമ്പനി മുന്നോട്ട് വന്നു. അത് ഉടക്കി ഇല്ലാണ്ടാക്കിയത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്? സൂം ഡെവലപ്പേഴ്സ് ചൈനീസ് കണക്ഷനുള്ള കമ്പനിയാണ്. അതുകൊണ്ട് ചൈനീസ് ചാരന്മാർ വിഴിഞ്ഞത്ത് വരും. അതുകൊണ്ട് ഇത് അനുവദിക്കാൻ പറ്റത്തില്ല. രാജ്യ സുരക്ഷ, ഇത് തേങ്ങാക്കൊല, മണ്ണാങ്കട്ട എന്ന് പറഞ്ഞ് ഇതേ UPA ഗവൺമെന്റ് തന്നെ, മൻമോഹൻ സിംഗ് ഗവൺമെന്റ് തന്നെ രണ്ടാമത് കൊടുത്ത അപേക്ഷയും തള്ളിക്കളഞ്ഞു. അതിനകത്ത് സൂം ഡെവലപ്പേഴ്സ് വന്നതുകൊണ്ട്. നമ്മൾ ചരിത്രബോധം നമുക്കുണ്ടാവണം, മറന്നുപോകരുത്. പബ്ലിക് മെമ്മറി ഈസ് വെരി ഷോർട്ട് എന്ന് പറയും. അതുകൊണ്ടാണ് ലെഫ്റ്റ് റൈറ്റ് വോയിസ് ഇതൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ 2 തവണ VS അച്യുതാനന്ദൻ ഗവൺമെന്റ് കൊടുത്ത അപേക്ഷകൾ തള്ളിക്കളഞ്ഞു. പിന്നെ ഉമ്മൻചാണ്ടി 2016 അതിന് തൊട്ട് മുമ്പ് VS ഗവൺമെന്റ് കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വരുന്നു. ഈ 5 കൊല്ലം ഉമ്മൻചാണ്ടി സർക്കാർ എന്ത് ചെയ്തു? 5 കൊല്ലം ഇതിന് മേലെ അടയിരുന്നതല്ലാതെ സൂം ഡെവലപ്പേഴ്സിനെയും ഓടിച്ചു വിട്ടു. വിഴിഞ്ഞത്തിനെ പറ്റി എന്തെങ്കിലും ഒരു ഫയൽ നീക്കം ഈ 5 കൊല്ലത്തിനകത്തുണ്ടായി? ഞങ്ങൾ ചോദിക്കുകയാണ്, ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അവസാനം അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് തൊട്ട് മുമ്പ് 2016 ഒരു കരാറുണ്ടാക്കിയ അദാനി ടെൻഡർ വിളിച്ചു. ആകെ അപേക്ഷ നൽകിയത് അദാനി പോർട്സ് മാത്രം. അദാനി പോർട്സുമായിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ ഈ രാജ്യത്ത് ഇന്നുവരെ ഇല്ലാത്ത വ്യവസ്ഥകൾ അദാനിക്ക് അനുകൂലമായിട്ടുണ്ടാക്കിയിട്ടൊരു കരാറുണ്ടാക്കി. സാധാരണ PPP പദ്ധതി, അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് പദ്ധതിക്ക് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഒരു ഏകദേശ കാലാവധി ശരാശരി 30 വർഷമാണ്. ആ 30 വർഷം പോലും എടുത്തു കളഞ്ഞിട്ട് 40 വർഷത്തേക്ക് അദാനിക്ക് വിഴിഞ്ഞം തീറെഴുതി കൊടുക്കുന്ന കരാറുണ്ടാക്കിയത് ആരാണ്? അത് ഉമ്മൻചാണ്ടി സർക്കാർ, OC ഗവൺമെന്റ് അല്ലേ, ഉമ്മൻചാണ്ടി സർക്കാരല്ലേ? എന്നുകൊണ്ട് വിഴിഞ്ഞത്ത് പോയിട്ട് തറക്കല്ല് വിട്ടു, അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. എന്ത് ചെയ്തു ഇത് നടപ്പാക്കാൻ, ഇത് യാഥാർത്ഥ്യമാക്കാൻ? അപ്പൊ അദാനിക്ക് അനുകൂലമായ ഒരു കരാറുണ്ടാക്കി, സർവ്വ സൗജന്യങ്ങളും അദാനിക്ക് അനുവദിച്ചിട്ട് അതിനകത്തൊരു ഒപ്പിട്ടു. അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒരു ഉപ്പ് ചാർത്തി, എന്നിട്ട് അധികാരത്തിൽ നിന്ന് ജനങ്ങൾ പുറത്തേക്ക് എറിഞ്ഞു. വല്ലതും ചെയ്തോ? 5 കൊല്ലം എന്ത് ചെയ്യായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ? VS സർക്കാർ 2 തവണ ഫയൽ നീക്കം നടത്തി, 2 തവണയും കേന്ദ്രം നിഷേധിച്ച ചരിത്രമാണ് ഞങ്ങൾ പറയുന്നത്. അപ്പൊ ഈ പദ്ധതി, വിഴിഞ്ഞം പോർട്ട് പദ്ധതി ഇതിനു മുമ്പേ നടപ്പാകുമായിരുന്നു. ആര് വിചാരിച്ചിരുന്നെങ്കിൽ? അന്ന് ഭരിച്ച കോൺഗ്രസിന്റെ UPA സർക്കാർ വിചാരിച്ചിരുന്നെങ്കിൽ. വിചാരിച്ചോ? ഇല്ല. അട്ടിമറിച്ചിട്ട് പിന്നെ പറയും LDF CPIM വിഴിഞ്ഞത്തിനെതിരെ സമരം ചെയ്തത് ഈ കരാറിനെതിരെയാണ്. അദാനിക്ക് വളരെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന ഈ ഒരു കരാറ് പാടില്ല. അല്ലാതെ വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ LDF CPIM സമരം ചെയ്തിട്ടില്ല. പക്ഷേ എന്തുണ്ടായി? ആ കരാറ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്ന് പിൻവലിച്ചോ? ഇല്ലല്ലോ. പിന്നെ പിണറായി സർക്കാർ വന്നു. പിണറായി സർക്കാർ ആദ്യം ഈ വ്യവസ്ഥകൾ നീക്കണമെന്നുള്ള നിലയിലേക്ക് വന്നപ്പോൾ ആർബിട്രേഷന് പോയി കഴിഞ്ഞാൽ അദാനി കേസ് കൊടുക്കും. കേസ് കൊടുത്താൽ മുൻ സർക്കാരുണ്ടാക്കിയ കരാറ് പ്രകാരം തുടർ ഭരണമാണല്ലോ. ഗവൺമെന്റ് രാഷ്ട്രീയ പാർട്ടികൾ മാറിയാലും UDF ഭരിച്ചാലും LDF ഭരിച്ചാലും ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു എൻറ്റിറ്റിയാണ്. അപ്പൊ എന്താണ്? ഗവൺമെന്റിനെതിരെ അദാനി കോടതിയിൽ പോയി കഴിഞ്ഞാൽ അദാനിക്ക് ഭീമമായ തുക സംസ്ഥാനം അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും എന്ന ഘട്ടത്തിലേക്ക്, ആർബിട്രേഷനിലേക്ക് ഇത് പോകുന്ന ഘട്ടത്തിലാണ് പിന്നെ സർക്കാർ, LDF സർക്കാർ, പിണറായി 1ാം സർക്കാർ എന്തും പോട്ടെ വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കണം. അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാക്കിയ ഈ പറയുന്ന കരാർ വ്യവസ്ഥകൾക്ക് എതിര് നിന്ന് കഴിഞ്ഞാൽ വിഴിഞ്ഞം തുടങ്ങാൻ പറ്റത്തില്ല, വിഴിഞ്ഞം മുന്നോട്ട് പോകത്തില്ല. അതുകൊണ്ട് തൽക്കാലം അതൊക്കെ വിട്ടുകളയാം എന്ന് പറഞ്ഞ് കേസിലേക്ക് പോവാതെ അദാനിയെ വീണ്ടും വിളിച്ച് ചർച്ച നടത്തിയിട്ട് ഇതിൻ്റെ പണികൾ തുടങ്ങാനുള്ള കരാറുണ്ടാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ്, അതിൻ്റെ തുടർച്ചയാണിപ്പോൾ ഇത് യാഥാർത്ഥ്യമായത്. ഇതൊക്കെ മറന്നിട്ട് വന്നിരുന്നിട്ട് തള്ളുമാമന്മാരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ചരിത്രബോധം ഏത് വിഷയത്തിലും നമുക്കുണ്ടാവണം. വെറുതെ വന്ന് ചരിത്രം മറന്ന് സംസാരിക്കരുത്. വിഴിഞ്ഞത്തിൻ്റെ ചരിത്രം ഒരു വലിയ ഡോക്യുമെന്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വിഴിഞ്ഞത്തിന് വേണ്ടി ആര് എന്തൊക്കെ ചെയ്തു, ഇപ്പം വിഴിഞ്ഞം യാഥാർത്ഥ്യമായത് എന്തുകൊണ്ട്, എങ്ങനെ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നടപ്പാക്കിയത് പിണറായി സർക്കാരാണ്. എന്താ അതിൻ്റെ ചെലവ്? ഇതുവരെ കേന്ദ്രം 5 പൈസ തന്നു. ഇപ്പം അവസാനം
വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് 818 കോടി രൂപ, 718 കോടിക്കും അതുപോലെ ഇതുവരെ കിട്ടിയിട്ടില്ല. ആ കാശ് പോലും ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിന്റെ 818 കോടി രൂപ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. അതിന് കിട്ടാൻ ഇനി മാസങ്ങൾ കഴിയണം. ഇപ്പം വിഴിഞ്ഞ 1-ാം ഘട്ടം യാഥാർത്ഥ്യമായല്ലോ. ലോകത്തെ ഏറ്റവും വലിയ വമ്പൻ മദർഷിപ്പുകൾ വരെ വിഴിഞ്ഞത്ത് വന്നു പോകുന്നു. സ്വാഭാവിക ആഴം 18 മീറ്റർ മുതൽ 20-24 മീറ്റർ വരെയുള്ള പ്രകൃതി അനുഗ്രഹിച്ച ഈ തുറമുഖത്ത് ഇതിന്റെ ചെലവ് ഇതുവരെ എന്തായി? ഇതിന്റെ ചെലവ് ഇതുവരെ മൊത്തം 8,867 കോടി രൂപ. വിഴിഞ്ഞ 1-ാം ഘട്ടം ഇപ്പൊ യാഥാർത്ഥ്യമായതിന് ഇതൊന്നും ഈ കണക്കുകൾ നമ്മൾ മറന്നു പോകരുത്. 8,867 കോടി രൂപയിൽ കേരളം മുടക്കിയത്, കേരള സർക്കാർ മുടക്കിയത് 5,595 കോടി രൂപ. അതായത് ഭൂരിപക്ഷം തുകയും മുടക്കിയത് ആരാണ്? കേരള സർക്കാർ, അല്ലെ അതിൻ്റെ ചുമതലപ്പെട്ട സംവിധാനങ്ങൾ. അപ്പോൾ കേരളം 5,595 കോടി രൂപ. അതായത് ഇതുവരെ മുടക്കിയത് എത്രയാണ്? 2,454 കോടി രൂപ. 2,454 കോടി രൂപ. കേന്ദ്ര വിഹിതം 818 കോടി രൂപ. അതും ഇപ്പോൾ വരെ കിട്ടിയിട്ടില്ല. എന്നിട്ടാണ് കേന്ദ്രത്തെ ക്ഷണിച്ചിട്ട് പ്രധാനമന്ത്രിയെ വിളിച്ചു വരുത്തിയിട്ട് ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്, കമ്മീഷൻ ചെയ്യാൻ പോകുന്ന May 2. അപ്പോൾ ഇവിടെ സംസ്ഥാന സർക്കാർ കാണിക്കുന്ന മര്യാദകൾ നമ്മൾ മറന്നു പോകരുത്. ഈ പറയുന്ന 8,867 കോടി രൂപയിൽ കേന്ദ്രം എന്ത് ചെയ്തു? ഇതുവരെ എന്ത് ചെയ്തു? ഈ രാജ്യത്തിന് തന്നെ അഭിമാനമാകുന്ന ഒരു തുറമുഖം, ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന തുറമുഖത്തിന് വേണ്ടി കേന്ദ്രം എന്ത് ചെയ്തു? അപ്പോൾ ഇതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ഇഷ്ടം പോലെ ഇപ്പോൾ ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഓർമ്മിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ കുടുംബസമേതം, പിന്നെ തുറമുഖ മന്ത്രി VN വാസവനും വിഴിഞ്ഞത്ത് പോയി. അതൊക്കെ ഒരു ഭരണാധികാരിയുടെ ഇടപെടലാണ്. അതായത് May 2 കമ്മീഷൻ ചെയ്യുന്നു വിഴിഞ്ഞം, പോർട്ട് ഓഫ് ട്രിവാൻഡ്രം അറ്റ് വിഴിഞ്ഞം. അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നോക്കാൻ ഒരു മുഖ്യമന്ത്രി തന്നെ അവിടെ എത്തുന്നത് എന്ന് പറയുന്നത് അത് ഉത്തരവാദിത്വ ബോധമുള്ളത് കൊണ്ടാണ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം വന്നിരുന്ന് തള്ളുന്നവരോട് ഞങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വന്നിരുന്ന് തള്ളുക. ചരിത്രം നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇതിൻ്റെ അത് ഒരു സംശയവും വേണ്ട. വിഴിഞ്ഞത്തിൻ്റെ ചരിത്രം ഓരോരുത്തരിപ്പം ഇതിൻ്റെ ഉടമസ്ഥാവകാശം പിതൃത്വം ഏറ്റെടുത്ത പലരും ഉണ്ടല്ലോ. പല മാധ്യമങ്ങൾ, ഓൺലൈൻ മീഡിയകൾ ഉൾപ്പെടെ പണ്ട് ഞങ്ങൾ ആ സമരം ചെയ്തു, ഈ സമരം ചെയ്തു, ഇതൊക്കെ. പക്ഷെ ഇത് യാഥാർത്ഥ്യമായത് എങ്ങനെയാണ്? ആ ചരിത്രം നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യണം. വിഴിഞ്ഞം, ദ പോർട്ട് ഓഫ് ട്രിവാൻഡ്രം അറ്റ് വിഴിഞ്ഞം എങ്ങനെ യാഥാർത്ഥ്യമായി എന്നുള്ളതിൻ്റെ ഒരു ഡേറ്റ വെച്ചിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റേഷൻ അത്യാവശ്യമാണ്. അവിടെ ആരെയും ഒഴിവാക്കുന്നില്ല. സമരം ചെയ്തവരെയും നടപ്പാക്കിയവരെയും കരാറൊപ്പിട്ടവരെയും ഓരോരുത്തരും ചെയ്ത എന്തൊക്കെയാണെന്ന് ഡോക്യുമെൻ്റ് ചെയ്യേണ്ട ഒരു വലിയ കാര്യം ഇതിനകത്തുണ്ട്. അത് ആരെങ്കിലും അത് ഏറ്റെടുത്ത് ചെയ്താൽ അത് ഏറ്റവും നല്ലതാണ്. വിഴിഞ്ഞം എങ്ങനെ യാഥാർത്ഥ്യമായി, ആരുടെയും പങ്ക് നമ്മൾ ചെറുതായി കാണരുത്. ആരെയും നമ്മൾ ഊതി വീർപ്പിച്ച് ആ ആളാണ് ഈ ആളാണ് ഇത് ചെയ്തത് എന്നും വേണ്ട. ഇതിൻ്റെ പിതൃത്വം അങ്ങനെ ഒറ്റയടിക്ക് ഒരാൾക്ക് മാത്രം കൊടുക്കാൻ കഴിയത്തില്ല. അപ്പോൾ വളരെ സത്യസന്ധമായ ഒരു ഡോക്യുമെൻറ്റേഷൻ ബേസ്ഡ് ഓൺ ഡേറ്റ, കൃത്യമായ ഡേറ്റ വെച്ചിട്ട് ഇത് ഡോക്യുമെൻ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അതിന് ആരെങ്കിലും മുന്നോട്ട് വന്നത് ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് ലെഫ്റ്റ് റൈറ്റ് വോയിസിൽ പറയാം.